വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി എപ്പോഴും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അനക്കോണ്ട ലോഞ്ച് ചെയ്യും. അനക്കോണ്ട ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ അതിൽ പല സംഭവങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടുന്ന എന്താണ്? ജൂപ്പിറ്റർ നോട്ട്ബുക്കാണ്. അത് ലോഞ്ച് ചെയ്യണം. അത് ലോഞ്ച് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് സമയമെടുക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂ കൊടുക്കുക, പൈത്തൺ 3 എന്ന് കൊടുക്കുക. നമ്മൾ റെഡിയാണ് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഇവിടെ പറയാം. ഇത് ഇപ്പോൾ നമ്മൾ കോഡാണ്. അപ്പോൾ ഇവിടെ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. A=5, A=5, B=2, sum is equal to A plus B, print sum. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഐക്കണാണ് പ്രസ് ചെയ്യേണ്ടത്. നമുക്കിതിൽ പല സംഭവങ്ങളുണ്ട്. ഇത് ഓരോന്നും ക്രമത്തിൽ പഠിക്കും. റൺ ചെയ്യുക. ഇപ്പോൾ റണ്ണായി. ഇനി നമുക്ക് വേറൊരു കോഡ് എഴുതണം. അപ്പം A=2.2, 2.3, B = 10, answer equal to A into B, print answer. അതെന്ത് ചെയ്യാൻ? ഇവിടെ റൺ ചെയ്യാം. അപ്പോൾ ആൻസർ വന്നു. അപ്പോൾ ഇത് കോഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സ്ഥലത്ത് ഉള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. എന്താണ്? കോഡ്, ഇക്വേഷൻസ്, പിക്ചേഴ്സ്, ടെക്സ്റ്റ്, ടേബിൾ, ഇതൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. മാർക്ക് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് ഒരു എനിക്കൊരു നോട്ട് ഉണ്ടാക്കണം. ഹൗ ടു റൺ ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. ഇതാണ് ഹെഡിങ്. അതിലപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വേണ്ടത്? നമ്മൾ ലോഞ്ച് അനക്കോണ്ട, അത് കഴിഞ്ഞിട്ട് ലോഞ്ച് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഇനി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം ഒരു സംഭവം. അപ്പോൾ ഞാൻ പുതിയൊരു സെല്ലെടുത്ത് പ്ലസ് കൊടുക്കും. പുതിയ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയാൻ, ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ A= പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഒരു ഫീച്ചർ ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് A into B എന്ന് കൊടുക്കാം. വേണമെങ്കിൽ അത് റൺ ചെയ്യാം. ഇപ്പം ഞാൻ ഇത് ചെയ്യാം, ഒരു മിസ്റ്റേക്ക് വരുത്താം. പിന്നെ A into Bക്ക് പകരം ഞാൻ AXB എന്ന് കൊടുത്തു അറിയാതെ. അങ്ങനെയാകുമ്പോൾ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മളെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ റൺ ചെയ്തു. പ്രിൻ്റ് എന്താണ് പറയുന്നത്? കുറേ കഥകൾ പറയുന്നത്. സാവധാനമായിട്ട് വായിച്ചു നോക്കാൻ ഇങ്ങനൊരു ആരോ ഇട്ടുണ്ട്. AXB ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ AXB എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇവിടെ വന്നിട്ട്, അതിനാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് A into B എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റിൻ്റെ ഇതിന് ഇവിടെ വീണ്ടും വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പ്രോഡക്റ്റ് ഈക്വൽ ടു റൺ ചെയ്യാം. അപ്പോൾ അതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ
നമുക്ക് വേറൊരു സെല്ലിൽ ഇനിയിപ്പോൾ ഇത് വേറെ രീതിയിൽ നമുക്ക് ടൈപ്പ് അറിയണം ഓരോ വേരിയബിളിൻ്റെ. ഇപ്പം നമ്മൾ ടൈപ്പ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എ. ഇപ്പം എന്ത് പറയുന്നു, എ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടുത്തത്. അതേസമയത്ത് ബിയുടെ ടൈപ്പ് എന്താണ് അതും കൂടെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്നത് പോലെ കോപ്പി പേസ്റ്റ് ചെയ്യാം. പ്രിൻറ്റ് അപ്പോൾ ഇതെന്താ കാര്യം, കഥ അറിയാൻ വേണ്ടി എനിക്ക് കോഡ്സിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കാം. ടൈപ്പ് ഓഫ് എ എസ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്താം. ടൈപ്പ് ഓഫ് ബി എസ്. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ടുന്നത് ടൈപ്പ് ഓഫ് എയും വേണം, ടൈപ്പ് ഓഫ് ബിയും വേണം. ഇതിപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറയും. അതും നമുക്ക് എന്ത് തരും, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പറഞ്ഞു തരും. എന്താണ് ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയായി ഇവിടെ എന്ത് വേണമായിരുന്നു, ഒരു കൊമ വേണം. ടൈപ്പ് ഓഫ് എ ഈസ് ഫ്ലോട്ട്, ടൈപ്പ് ഓഫ് ബി ഈസ് എന്താണ് ഇൻറ്റ്. അതേസമയത്ത് പ്രോഡക്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഫ്ലോട്ടാണ്. അതും കൂടെ അറിയണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. നമുക്കിത് കോപ്പി ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് ഓഫ് എ ഇൻറ്റു ബി ഇസ് അപ്പോൾ ഇത് പൈത്തണിൻ്റെ ഒരു കാര്യമാണ്. ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറും ഒരു ഇൻറ്റിജറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്തായിരിക്കും, അതും ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് എ ഫ്ലോട്ടാണ്, ടൈപ്പ് ഓഫ് ബി ഇൻറ്റാണ്, ടൈപ്പ് ഓഫ് എ ഇൻറ്റു ബി എന്താണ്, വീണ്ടും ഫ്ലോട്ടാണ്. സോ താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ആവർത്തിച്ച് കാണുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.